വയനാട്ടിൽ ഗുരുതര സാഹചര്യമെന്ന് വനമന്ത്രി കെ ശശീന്ദ്രൻ. കേരളവും കർണാടകയും ചേർന്ന് ഒരു ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കും. റേഡിയോ കോളർ ഘടിപ്പിച്ച എത്ര ആനകൾ ഉണ്ടെന്നതിൽ വ്യക്തതയില്ല. ആനയുടെ റേഡിയോ കോളറിൽ നിന്നും സംസ്ഥാനത്തിന് നേരിട്ട് സിഗ്നൽ ലഭിക്കാനുള്ള സംവിധാനമില്ല എന്നും മന്ത്രി ഉന്നതതല യോഗത്തിന് ശേഷം പറഞ്ഞു. വിവരങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? KP 15-ാം തീയതിക്കകം ഒരു സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കാനാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനയുടെ ഈ റേഡിയോ കോളറിൽ നിന്നും നേരിട്ട് സിഗ്നൽ ലഭിക്കാനുള്ള സംവിധാനം ഈ സംസ്ഥാനത്തിനില്ല. അതുകൊണ്ട് തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ദൗത്യം തന്നെയാണ് വയനാട്ടിൽ നടക്കുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായി, അതായത് കർണാടകയുമായി ഉള്ള ഒരു ഏകോപനമില്ലായ്മ ഇതിൽ വലിയ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിൽ തന്നെ വിവരങ്ങൾ കൈമാറുന്നതിലും അതുപോലെ കണക്കുകൾ കൈമാറുന്നതിലും പോരായ്മയുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര ആനകൾ നിലവിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ആനകളുണ്ട് എന്ന കാര്യം അതിൽ വ്യക്തതയില്ല. അത്തരം കണക്കുകൾ പോലും വ്യക്തതയില്ലാത്ത ഒരു സാഹചര്യമാണ്. വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ വീഴ്ചകൾ എന്തൊക്കെയാണെന്ന് വിലയിരുത്തലുണ്ടായി. അത് തന്നെ ഈ ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം അതിൽ ഈ വീഴ്ചകളെ പറ്റിയും ചർച്ചയാകും. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയൊരു മരണം അല്ലെങ്കിൽ അജീഷിന്റെ മരണത്തിൽ അതൃപ്തി മറ്റൊരു സംസ്ഥാനത്തെ അറിയിക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കർണാടക ആദ്യം വിവരങ്ങൾ കൈമാറിയില്ലെന്ന് പറഞ്ഞ വനമന്ത്രി ഇന്ന് അക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ തയ്യാറായില്ല. കാരണം അതിൽ തന്നെ കർണാടക വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഈ കാര്യം വ്യക്തമാക്കിയിരുന്നു, വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. എന്നാൽ വനാതിർത്തി പിന്നിട്ട് ജനവാസ മേഖലയിൽ ഇറങ്ങിയിട്ട് പോലും ഈ സംസ്ഥാന വനം വകുപ്പിന് കൃത്യമായും അത് നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ്. എന്നിട്ട് ഇപ്പോഴും ആ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പല സംവിധാനങ്ങളും ഇല്ല എന്നുള്ള കാര്യമാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതിൽ തന്നെ മറ്റൊരു കാര്യം, ആനയുടെ 15 മിനിറ്റ് ഇടവിട്ടുള്ള ഓരോ സഞ്ചാരവും കൃത്യമായും അത് സാറ്റലൈറ്റിലൂടെ അതിൻ്റെ ഡാറ്റ ലഭ്യമാക്കാനുള്ള സംവിധാനം ഉണ്ടെന്നിരിക്കെ ഈ മണിക്കൂറുകൾ, അതായത് 3 മണിക്കൂറിലധികം ഇടവിട്ടുള്ള ആ ഒരു ഡാറ്റയാണ് ഇപ്പോൾ കളക്ട് ചെയ്യുന്നത്. അത് കൂടുതൽ ഈ ആനയെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനുള്ള ആ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. അതൊക്കെ തന്നെ നിരീക്ഷിച്ച് വരികയാണെന്നും കൃത്യമായും ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നതിലൂടെ മറ്റ് സംസ്ഥാനമായിട്ടും ഒരു കൃത്യമായ വിവരങ്ങൾ കൈമാറാൻ സാധിക്കുമെന്നുള്ള കാര്യമൊക്കെയാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ കർണാടകയ്ക്ക് വീഴ്ചയുണ്ടോ എന്നതിനെ പറ്റിയിട്ട് പ്രതികരിച്ചിട്ടില്ല. അത് മറ്റ് അന്തർ സംസ്ഥാന വിഷയമായതുകൊണ്ട് തന്നെ അതിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ മനോജ്, ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ വിമർശനമുണ്ടായത് സംസ്ഥാനത്തെ വനംവകുപ്പിന് ആധുനിക സൗകര്യങ്ങളുള്ള ആധുനിക സജ്ജീകരണങ്ങളില്ല. ഈ റേഡിയോ കോൾ സംബന്ധിച്ച് അല്ലെങ്കിൽ സിഗ്നൽ സംബന്ധിച്ച് കൃത്യമായ ട്രാക്കിംഗ് നടത്താനുള്ള ആധുനിക സംവിധാനങ്ങളോ സാഹചര്യങ്ങളും ഇല്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ടായിരുന്നു. അപ്പം ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും വനം മന്ത്രിയുടെ വലിയ അനാസ്ഥയും ഇപ്പോഴും വിമർശന വിധേയമാണ്. അല്പസമയം മുമ്പാണ് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയടക്കം വനമന്ത്രി രാജിവെക്കണമെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചത്. വിവിധ കോണുകളിൽ നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്താൻ മന്ത്രി തയ്യാറായിരുന്നോ? ഈ ഒരു സജ്ജീകരണങ്ങൾ, സംവിധാനങ്ങളുടെ അപാകത സംബന്ധിച്ച്, വീഴ്ച സംബന്ധിച്ച്? അത്തരത്തിൽ വിമർശനങ്ങളെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളൊന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എങ്കിലും മറ്റൊരു കാര്യം വ്യക്തമാവുന്നത്, അതായത് റേഡിയോ കോളർ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള VHF ആന്റിന സംവിധാനം സംസ്ഥാനത്തിന് ഇല്ല എന്നുള്ള കാര്യമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചാണ് നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടും കൃത്യമായും ആ ഒരു സംവിധാനം തങ്ങൾക്ക് ലഭ്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഇന്ന് വയനാട്ടിലേക്ക് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് മന്ത്രിയുടെ മറുപടി ഇന്ന് എന്തായാലും അങ്ങോട്ടേക്ക് ഇല്ല എന്നുള്ള കാര്യമാണ്. അത്തരത്തിൽ ആ അജീഷിന്റെ ജീവനെടുത്ത ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ട് പോകാനുള്ള ഒരു മനസ്സ് മന്ത്രി കാണിക്കുന്നില്ല എന്നുള്ള കാര്യം അത് കൂടുതൽ ജനങ്ങളെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വയനാട്ടിലൊക്കെ തന്നെ വലിയ തരത്തിൽ പ്രതിഷേധമുയർന്നപ്പോഴും അതൊക്കെ തന്നെ നിസാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്. ഈ ഉന്നതതല യോഗത്തിൽ തന്നെ തങ്ങൾക്കുണ്ടായ വീഴ്ചയെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയുവാൻ വേണ്ടി മന്ത്രി തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ കർണാടകയ്ക്ക് അതിൽ വീഴ്ചയുണ്ടോ എന്നുള്ള ചോദ്യത്തിന് പോലും
പോലും കൃത്യമായും മറുപടി പറയുന്നില്ല. അതൊക്കെ തന്നെ അന്തർ സംസ്ഥാന വിഷയമായതുകൊണ്ട് അത് കൃത്യമായും ഒരു കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആ കോർഡിനേഷൻ കമ്മിറ്റിയിലായിരിക്കും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും, അതായത് ഇനി വന്യജീവികളുടെ ഭാഗത്തു നിന്നുമുള്ള ആക്രമണം തടയുവാൻ വേണ്ടിയിട്ട് മറ്റ് സംവിധാനങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 വനം ഡിവിഷനുകൾ കേന്ദ്രീകരിച്ച് ഈ വനംവകുപ്പിൽ സ്പെഷ്യൽ സെല്ല് ആരംഭിക്കുവാനുള്ള ഒരു തീരുമാനം, അതോടൊപ്പം വയനാട്ടിൽ സ്പെഷ്യലായി 2 RRT കൂടി രൂപീകരിക്കുവാനുള്ള ഒരു തീരുമാനവുമായിട്ടുണ്ടെന്നാണ് വനമന്ത്രി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വനംവകുപ്പിനുണ്ടായ അല്ലെങ്കിൽ മന്ത്രിക്കുണ്ടായ വീഴ്ചയെ പറ്റിയിട്ട് കൃത്യമായും പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. അതിലൊക്കെ തന്നെ പലതരത്തിലുള്ള ന്യായീകരണം, അത് രാവിലെ മുതൽ തന്നെ അത്തരത്തിലുള്ള ന്യായീകരണം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. വിമർശനങ്ങൾ ഉണ്ടായ സമയത്തും ആനയെ മയക്കുവെടി വെക്കണമെന്ന് പറയുമ്പോഴും മയക്കുവെടി വെച്ച് കൊല്ലണമെന്ന് പറയുമ്പോഴും അതൊക്കെ തീരുമാനിക്കേണ്ടത് തങ്ങളാണെന്നും അതിലൊക്കെ തന്നെ നിങ്ങൾ പറയുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങളെന്നും ഒക്കെയാണ് മന്ത്രിയുടെ പ്രതികരണം. ഇതിൽ തന്നെ രാവിലെ തണ്ണീർക്കൊമ്പനെ താരതമ്യം ചെയ്യുന്ന ഒരു സംവിധാനമുണ്ടായി. അത്തരത്തിൽ അപകടകാരിയായ ഒരു ആനയെ അതിനെ കൃത്യമായും നിരീക്ഷിക്കാൻ കഴിയാതെ പോയത് വനം വകുപ്പിന്റെ വീഴ്ചയാണെന്നിരിക്കെ അത് കൃത്യമായും തുറന്നു പറയാൻ മന്ത്രി തയ്യാറാവുന്നില്ല. അതോടൊപ്പം തന്നെ പല കാര്യങ്ങളും മന്ത്രി സമ്മതിക്കുന്നുണ്ട്. ആദ്യം കർണാടകയെ കുറ്റം പറഞ്ഞുവെങ്കിലും മറ്റൊരു കാര്യം, ഇതിൽ പരസ്യമായി വിമർശനം ഉന്നയിക്കാത്തതിന് പിന്നിൽ ഈ സർക്കാർ സംവിധാനം, അതായത് കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് എന്നതുകൊണ്ടാണ് എന്നുള്ള ഒരു ആക്ഷേപമാണ് ഉയർന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ള തീരുമാനങ്ങൾ ഇനി 15-ാം തീയതിക്കകം ആ കമ്മിറ്റി രൂപീകരിച്ച ശേഷമാകും എന്തായാലും നടപ്പിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ, അതായത് വന്യജീവി ആക്രമണം ഇനി ജനവാസ മേഖലയിൽ ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് വാക്കാലാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത്. ഇതിനി എത്തരത്തിലാണ് നടപ്പിലാകുന്നതെന്ന് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയണം. കാരണം നേരത്തെ തന്നെ വയനാട്ടിൽ സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടും, അതായത് ഇതിനു മുമ്പും റേഡിയോ കോളർ ധരിച്ചിട്ടുള്ള ആനകൾ പല സ്ഥലത്തും ഇറങ്ങിയിട്ടും അല്ലെങ്കിൽ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം ഉണ്ടായിട്ടും അതിൽ കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഈ വനം വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കൃത്യമായും ഈ വന്യജീവികളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം സർക്കാരിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ്. അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണോ എന്നുള്ള ചോദ്യത്തിന് പോലും കൃത്യമായ മറുപടി മന്ത്രി തന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ദൗത്യ സംഘത്തിനെ പ്രവർത്തനങ്ങൾ വിലയിരുത്തൽ വരുന്ന സമയത്ത് ഇനിയും മയക്കുവെടി വെക്കുവാൻ വേണ്ടി ഇന്നും സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു മറുപടി മന്ത്രിക്കില്ല. ഇന്നും ആനയെ പിടികൂടാനായില്ലെങ്കിൽ ഇനിയും അത് കൂടുതൽ ആശങ്കയിലേക്ക് കൊണ്ടുപോകും. ജനങ്ങളെ ഭീതിയിലാഴ്ത്തുന്ന ഒരു സംവിധാനമാണ് ഇന്ന് കേരള വനംവകുപ്പിനുള്ളത്. KP വയനാട്ടിലെ ഗുരുതര സാഹചര്യം എന്നാണ് വനമന്ത്രി കെ ശശീന്ദ്രൻ തൃശ്ശൂരിൽ പ്രതികരിച്ചത്. കേരളവും കർണാടകയും ചേർന്ന് ഇന്റർസ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായി. എം മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.